ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിലവിൽ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച്. ഈ ഒരു വീഡിയോയിൽ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതിൻ്റെ കൂട്ടത്തിൽ ക്യാൻഡിൽ സ്റ്റിക്കും കൂടെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിങ്, അതായത് ഒരു നല്ലൊരു എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് പോയിന്റ്, ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ എങ്ങനെ നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട്, വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്ന ആ പോയിന്റുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ബിഗ് ക്യാൻഡിലുകൾ. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതിൻ്റെ ലോ മുതൽ 1/3 ഭാഗം വരെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നത് 15 മിനിറ്റിലാണ്, 15 മിനിറ്റിൽ. ഓക്കെ, എന്നിട്ട് 5 മിനിറ്റിൽ വന്നിട്ടാണ് നമ്മൾ ചാർട്ടിനെ വാച്ച് ചെയ്യുന്നതും എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പോയിന്റ് ബിഗ് ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ 1/3, അതായത് ലോ ഭാഗം മുതൽ അതിൻ്റെ 1/3 ഭാഗം വരെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നത് ഇതേ രീതിയിലൊക്കെയാണ്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഈ രീതി വരും സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ബിഗ് റെഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ഹൈ മുതൽ ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ബോഡിയും വെക്കും എല്ലാം കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ മുതൽ 1/3 ഭാഗം വരെ, അതിൻ്റെ ഹൈ, അതിൻ്റെ ആ ഒരു 1/3 ഏരിയ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒന്നാമത്തെ ഈ ഒരു ബിഗ് ക്യാൻഡിൽ നോക്കിയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്തൊരു പോയിന്റ് ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ഏരിയ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു, പിന്നെയും ജസ്റ്റ് മേപ്പോട്ട് കയറാൻ നോക്കി, പിന്നെയും താഴത്ത് വന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഈ ഒരു താഴത്തേക്കുള്ള മൂവ്മെൻ്റ് ഉണ്ടായ ഏരിയ ഇവിടെ നിന്നാണ്, മെയിനായിട്ടും ഈ ഒരു ഏരിയ അല്ലേ. അവിടെ ഒരു ബിഗ് റെഡ് ക്യാൻഡിലും ഉണ്ട്, ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഒരു സപ്ലൈ ഏരിയ എന്ന് പറയും. ഓക്കെ, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ. അതുപോലെ എവിടെ നിന്നാണോ ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് താഴത്തേക്ക് വന്നത് അതിനെ സപ്ലൈ ഏരിയ എന്ന് പറയും. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ സപ്ലൈ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബിഗ് മൂവ്മെൻറ്റുകൾ മുകളിൽ നിന്നും താഴത്തേക്ക് വരുന്ന ആ ഒരു ഏരിയ, അവിടെ താഴെ നിന്നും മുകളിലോട്ട് മാർക്കറ്റ് ചെല്ലുമ്പോൾ അതൊരു സപ്ലൈ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ആ തൊട്ട് മുകളിൽ ഉണ്ടാകുന്ന സപ്ലൈ ഏരിയയെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് മുകളിൽ നിന്നും താഴത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റിന് ആ ഒരു താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു സപ്ലൈ ഏരിയ ആയിട്ട് മാറും, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും. ഇതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നോക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ് ഏരിയ നോക്കാം, അതായത് താഴെ നിന്നും മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാം, എവിടെ നിന്നാണ് ഒരു ബിഗ് മൂവ്മെന്റ് മുകളിലേക്ക് പോയത്, ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് കയറി ഇവിടുന്ന് താഴത്തേക്ക് വന്ന്, പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വരിക. അപ്പോൾ ഈ താഴത്തേക്ക് വരുമ്പോൾ നേരത്തെ മാർക്കറ്റ് എവിടെ നിന്നാണ് കയറിപ്പോയത് മുകളിലേക്ക്,
ഈ ഒരു ഏരിയയിൽ നിന്നല്ലേ മാർക്കറ്റ് നേരത്തെ കയറിപ്പോയേ. അപ്പം വീണ്ടും ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ തിരിച്ച് മേളിൽ നിന്നും താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ ഡിമാൻഡ് ഏരിയ ആയിട്ട് മാറും. കാരണം ഇവിടെ നിന്നാണ് ഒരു ബിഗ് മൂവ്മെൻറ്റ് മുകളിലേക്ക് നടത്തിയത്. അപ്പോൾ തിരിച്ച് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത അവിടെ കൂടുതൽ. അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. ഇവിടുന്ന് നമുക്കൊരു എൻട്രിക്ക് പോകാം. ഓക്കെ, നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബിഗ് മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കുന്നത്. സപ്ലൈ ഏരിയ, ഡിമാൻഡ് ഏരിയ. ഓക്കെ, ബൈയിങ് സൈഡിൽ എത്തുമ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് വരുമ്പോൾ അതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാറും. അതുപോലെ താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എവിടെ നിന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് താഴത്തേക്ക് വന്നിരുന്നത് അവിടേക്ക് വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു സപ്ലൈ ഏരിയ ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കുന്നത് ഗ്യാപ്പാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിന് മാർക്കറ്റ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്യാപ്പാണ് അല്ലേ. ഈ ഒരു ദിവസം ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഏരിയ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പം മുകളിൽ നിന്നുമാണ് മാർക്കറ്റ്. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു, താഴത്ത് വന്നു. പിറ്റേ ദിവസം വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ നിലവിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, ഇവിടുന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു ദിവസത്തെ ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിനെ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു അല്ലേ. താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ നോക്കി, പിന്നെയും തിരിച്ചൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ഈ ഒരു ദിവസത്തെ, അതായത് ഇതിന് മുമ്പുണ്ടായ ഒരു ദിവസത്തെ ഗ്യാപ്പ്. ഈ 21-ാം തീയതി ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഈ ഒരു ദിവസം ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതൊരു ഗ്യാപ്പ് ഏരിയ ആണ്. അപ്പോൾ ആ ഗ്യാപ്പിനെ ഇവിടെ ഫില്ല് ചെയ്തില്ലേ, ഈ ഒരു ഏരിയയിൽ മുകളിൽ നിന്നും താഴത്തേക്ക് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഏരിയനെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഏരിയയിലേക്ക് വന്നിട്ട് അവിടെയുള്ള റെസിസ്റ്റൻസിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് നോക്കിയത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ക്ലോസിംഗ് റേഞ്ചിൽ നോക്കുന്ന ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കൂട്ടത്തിലെ ചെറിയ ക്യാൻഡിലുകൾ നമ്മൾ നോക്കത്തില്ല. ഓക്കെ, കൂട്ടത്തിലെ വിക്കും ബോഡിയും കൂടെ ഉള്ള ക്യാൻഡിലായാലും കൂട്ടത്തിലുള്ള ബിഗ് ക്യാൻഡിലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. അപ്പം റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈ ഭാഗമായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പം ഇതൊരു റെഡ് ക്യാൻഡിൽ അല്ലേ, കൂട്ടത്തിൽ ബിഗ് റെഡ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൈ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ഭാഗം മുതൽ 1/3 ഭാഗം വരെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് റേഞ്ചിലും അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ക്ലോസിംഗ് റേഞ്ച് ഏരിയയിൽ നോക്കുമ്പോൾ ഏത് ദിവസമായാലും ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3, 4 ഈ ഒരു 4 ക്യാൻഡിലും ചെറിയൊരു ക്യാൻഡിലാണ്. എന്നാൽ ഈ ഒരു വിക്കുള്ള ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ഒരു ബിഗ് റെഡ് ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ടോ സപ്പോർട്ടായിട്ടോ ആക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ മാർക്കറ്റ് ഈ ഒരു 22-ാം തീയതി അത് തന്നെയാണ് സംഭവിച്ചത്. അവിടെ വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസിന് വേണ്ടി നോക്കുന്നത്. ഇനി ഈ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വെച്ചിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ എൻട്രികൾ പ്ലാൻ ചെയ്യുക എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ സൈഡ് വൈസ് ആണ്, പക്ഷേ സ്കാൾപ്പിംഗ് ചെയ്യുന്നവർക്ക് സ്കാൾപ്പിംഗ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ മാറി നിൽക്കാം.
അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അപ്പം ഇവിടെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നേരത്തെ ഒരു സോൺ മാർക്ക് ചെയ്തിരുന്നു. റെഡ് ക്യാൻഡിൽ ഈ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്തത് അവിടെയുള്ള ആ ഒരു ബിഗ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ മുതൽ 1/3 ഭാഗം വരെ. താഴത്തെ ഈ ഒരു സോൺ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബിഗ് കൂട്ടത്തിലെ ബിഗ് ക്യാൻഡിലുകളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ മുതൽ 1/3 ഭാഗം വരെ സപ്പോർട്ടായിട്ട് നോക്കുന്നു. ഇനി ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ക്യാൻഡിലുകൾ, ഒരുപാട് ക്യാൻഡിലുകളൊന്നുമില്ല, കുറച്ച് ക്യാൻഡിലുകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു ക്യാൻഡിലുകളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിൽ എന്താണോ നമ്മളടുത്ത് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം ആ ഓരോ ക്യാൻഡിലുകളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ആദ്യത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് ക്യാൻഡിൽ തന്നെ. ആദ്യത്തെ ക്യാൻഡിൽ ബുള്ളിഷ് ആൻഡ് ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് ബിയറിഷ്, അതായത് ഒരു ബിഗ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണെങ്കിൽ, ഗ്രീൻ കളറുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അതിന് ബുള്ളിഷ് ക്യാൻഡിലെന്നും റെഡ് കളർ ക്യാൻഡിലിന് ബിയറിഷ് ക്യാൻഡിലെന്നും നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം താഴത്തേക്ക് വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് ബയേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി മുകളിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ഹൈ ഈ ഒരു വിക്കിൻ്റെ ഹൈ വരെ വന്നു, ഹൈ. അതിനുശേഷം തിരിച്ച് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ക്ലോസ് ആയി. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയി, അതിൻ്റെ ലോ ഇവിടം വരെ വന്നു. അതിനുശേഷം അതിൻ്റെ ഹൈ ഈ ഒരു ഏരിയ വരെ പോയി ക്ലോസ് ചെയ്തത് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മേളിലും താഴെയും ചെറിയ രണ്ട് വിക്ക്, അതുപോലെ സെൻട്രലായിട്ട് വലിയ ഒരു ബോഡി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബോഡിയുടെ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു വിക്ക് ഉണ്ടാക്കിയിട്ട് സെല്ലർ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നേരെ മാർക്കറ്റ് താഴത്തേക്ക് വന്നു ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. അതിനുശേഷം മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡിൽ താഴത്തും മുകളിലുമായിട്ട് ചെറിയ വിക്ക് ഉണ്ടാക്കിയിട്ട് നടുക്ക് വലിയ രീതിയിലുള്ള ബോഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഫുള്ള് സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ ഉണ്ടാകും. അത് ഗ്രീൻ ക്യാൻഡിൽ ആയാലും റെഡ് ക്യാൻഡിൽ ആയാലും ഇങ്ങനെ മേളിയും താഴെയൊന്നും വിക്ക് ഉണ്ടാവാതെ ബോഡി ഫുള്ള് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു വെരി ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ വെരി ബിയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ബുള്ളിഷ് ആൻഡ് ബിയറിഷ് ക്യാൻഡിലിൻ്റെ പാറ്റേൺ ആണ് എന്ന്. ഇനി അടുത്ത ഒരു ക്യാൻഡിലാണ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. സ്പിന്നിങ് ടോപ്പ്. ഓക്കെ, ആ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ എങ്ങനെയായിരിക്കും ഫോം ആവുന്നത്? താഴെയും മേളിലുമായിട്ട് വിക്ക് ഉണ്ടാക്കിയിട്ട് നടുക്കൊരു ചെറിയ ബോഡി. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്യാൻഡിലിനെ നമുക്ക് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയാം. മുകളിലും താഴത്തും ഓരോ വിക്ക് ഉണ്ടായിരിക്കും. അതിനുശേഷം നടുക്കൊരു ബോഡിയുടെ ഏരിയ. കാരണം ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോ സപ്പോർട്ട് ഏരിയയിലോ ഇത് ഫോം ആവുകയാണെങ്കിൽ
ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ വരികയാണെങ്കിൽ അവിടെ ഇൻഡിസിഷനാണ് ഉണ്ടാകുന്നത്. അതായത് ബയ്യർ ആയാലും സെല്ലർ ആയിരുന്നാലും ആ ഒരു സമയത്ത് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവിടെ എന്ത് ഡെസിഷൻ ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. മെയിനായിട്ടുള്ള ഒരു കാര്യം അതാണ്, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ സപ്പോർട്ട് ഏരിയയിൽ. ഓക്കെ, നമ്മുടെ എൻട്രി പോയിന്റുകൾ വരുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ നിന്നായിരിക്കണം എൻട്രി എടുക്കേണ്ടുന്നത്. അപ്പം ആ ഒരു ഏരിയയിൽ ഇതുപോലൊരു ക്യാൻഡിൽ ഫോം ആകുമ്പോൾ ഇതിനെ ഒരു സ്പിന്നിങ് ടോപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്യാൻഡിലിനെ ഇൻഡിസിഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ബയറും സെല്ലറും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പം നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ. ഇനി അതല്ല, നിലവിലൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉള്ള ഒരു ഏരിയയിലാണ് ഇങ്ങനൊരു സ്പിന്നിങ് ടോപ്പ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ആകണം എന്നില്ല. ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് അടുത്ത ക്യാൻഡിലിൽ നമുക്ക് എൻട്രിക്ക് പോകാം. ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ പുട്ട് ഓപ്ഷന് പോകാം, സപ്പോർട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ബൈയിങ് ഓപ്ഷന് പോകാം. ഇനി ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത ഉണ്ടാകുന്ന ഒരു ക്യാൻഡിൽ മാർക്കറ്റ് മുകളിൽ നിന്നും താഴത്തേക്ക് വരികയാണെന്ന് വെച്ചോ, മുകളിൽ നിന്നും താഴത്തേക്ക് വരികയാണ്. ഓക്കെ, ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് സ്പിന്നിങ് ടോപ്പ് ഫോമായി. അതിനുശേഷം ഇവിടെ നിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണ് മുകളിലേക്ക്. ഓക്കെ, ഒരു സപ്പോർട്ട് ഏരിയയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എങ്കിൽ, ഇവിടെ ഒരു നിലവിലൊരു സപ്പോർട്ട് ഏരിയ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നിലവിൽ സപ്പോർട്ട് ഏരിയ ആയിരുന്നു എങ്കിൽ അവിടെ ഈ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈക്കിൽ പോകാം. ഇനി ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നില്ല, ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു. ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നത് നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ, മുകളിലോട്ട് കയറുന്ന ഗ്രീൻ ക്യാൻഡിൽ അവസാനം ഈ ഒരു സ്പിന്നിങ് ടോപ്പിന് മുമ്പുണ്ടായ റെഡ് ക്യാൻഡിലിൻ്റെ 60% എബോ എങ്കിലും മുകളിലോട്ട് മൂവ് ആവണം. ഓക്കെ, 60%ഓ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഫോം ആവണം. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്തായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഒരു സപ്പോർട്ട് ഏരിയ അവിടെ നമുക്ക് നേരത്തെ ഇല്ല എങ്കിൽ, ഓക്കെ, അടുത്ത ക്യാൻഡിൽ നിലവിലുള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, അതവിടെ ക്ലോസ് ആയി, 5 മിനിറ്റിൽ ക്ലോസ് ആയി. അടുത്ത ക്യാൻഡിലും മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു സ്പിന്നിങ് ടോപ്പ് ഏരിയയുടെ താഴത്ത് തന്നെയായിരിക്കും. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെയായിരിക്കും മെയിൻ സ്റ്റോപ്പ് ലോസ് വരുന്നത്. എന്നിട്ട് നമുക്ക് എൻട്രിക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്പിന്നിങ് ടോപ്പ് കാണുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് വരുന്നത് എങ്കിൽ ഇതിൻ്റെ കളറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഗ്രീൻ കളറും ആവാം, റെഡ് കളറും ആവാം, റെസിസ്റ്റൻസ് ഏരിയയിലായാലും സപ്പോർട്ട് ഏരിയയിലായാലും. ഓക്കെ, ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ വരികയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ താഴത്തേക്കോ മൂവ് ആവുന്ന സമയത്ത്, റെസിസ്റ്റൻസ് ഏരിയ താഴെ നിന്ന് മുകളിലോട്ട് പോയി ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇതുപോലൊരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി, അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം. ഇതിൻ്റെ മേളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടും കൂടെ നോക്കണം ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ എവിടെയാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു ക്യാൻഡിലിന് ജസ്റ്റ് മുകളിലായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയുടെ ഹൈ വരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ. ഓക്കെ, ഇനി നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ല എങ്കിൽ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു,
ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വരുന്നു. ഓക്കെ, റെഡ് ക്യാൻഡിൽ ഫോമായി. അപ്പോൾ ഇവിടെയുള്ള അവസാനത്തെ ഗ്രീൻ ക്യാൻഡിൽ ഇതാണ്. അതിനുശേഷമാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ സ്പിന്നിങ് ടോപ്പ് വന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അവസാനത്തെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% അല്ലെങ്കിൽ അതിൽ എബോയോ ഈ ഒരു റെഡ് ക്യാൻഡിൽ മൂവ് ചെയ്ത് താഴത്തേക്ക് വന്ന് ക്ലോസ് ചെയ്താൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ല എങ്കിൽ അങ്ങനെയാണ് ഈ ഒരു റൂൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം, പുട്ട് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇനി ഇത് ചാർട്ടിലൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിന്നിങ് ടോപ്പ് ഇത് 15 മിനിറ്റിൽ നോക്കണമെന്നില്ല. 15 മിനിറ്റിൽ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റിൽ നോക്കിയാൽ മതി ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ടൈം കൂടുതലാവാൻ സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക്. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വീഡിയോ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് ട്രേഡ് എടുക്കാൻ. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇതൊരു ബിഗ് റെഡ് ക്യാൻഡിലാണ്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പം ഇവിടെ ആ ഒരു മുകളിൽ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ്ട് ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്. ഇതൊരു സ്പിന്നിങ് ടോപ്പ് അല്ലേ, നടുക്ക് ബോഡി, മേളിലും താഴെയും വെക്ക്. അപ്പം നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എങ്കിലും നമ്മൾ എന്താ പഠിച്ചത്, ഈ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നതിന് ശേഷം അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിരിക്കും. ഓക്കെ, ഇനി അതല്ല ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നില്ല എങ്കിൽ ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു, അടുത്ത ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി, 5 മിനിറ്റിൽ ക്ലോസ് ആയി. ഈ ക്ലോസ് ആവുന്നത് തൊട്ട് മുമ്പുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60%ഓ അല്ലെങ്കിൽ അതിൽ എബോയോ താഴത്തേക്ക് മൂവ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് അവിടെ നിന്ന് എൻട്രി ഉള്ളൂ, പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് കാണാം, ആ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% എബോ മൂവ് ആയി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം, സ്റ്റോപ്പ് ലോസിൻ്റെ മേളിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ടാർഗറ്റിലേക്കുള്ള ദൂരവും സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരവും നമ്മൾ ആദ്യമേ തന്നെ നോക്കുക. ഓക്കെ, ടാർഗറ്റിനെക്കാട്ടിയും ദൂരം സ്റ്റോപ്പ് ലോസിനുണ്ട് എങ്കിൽ ആ ട്രേഡിനെ ഒഴിവാക്കുക. ഓക്കെ, നമ്മളെപ്പോഴും എൻട്രി എടുക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിന്ന് എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. ടാർഗറ്റ് എപ്പോഴും വലുതായിരിക്കണം, അല്ലെങ്കിൽ 1:1 എങ്കിലും കിട്ടത്തക്ക രീതിയിലുള്ള ഏരിയ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു എൻട്രി പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയ ഒരു ഏരിയ ആണ് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്, മുകളിലേക്ക് കയറിയ ഒരു ഏരിയ. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള സാധ്യത, നമ്മൾ എൻട്രി എടുത്താലും നമ്മുടെ ടാർഗറ്റ് വരുന്നത് ആ ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഏകദേശം ഒരേ കണക്ക് വരുന്നുണ്ട്, 1:1 കിട്ടത്തക്ക രീതിയിൽ. ഈ ഒരു എൻട്രി കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് നോക്കി കാണേണ്ടുന്നത്, എൻട്രി പ്ലാൻ ചെയ്യേണ്ടുന്നത് എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങളൊന്ന് ബാക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് കാണുക, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്യാൻഡിൽ വരുന്നത് ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. ഡോജി ടൈപ്പിൽ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. നമ്മൾ ഡോജി എന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ചിഹ്നം പോലെ ആയിരിക്കും ഡോജി എപ്പോഴും വരുന്നത്. ഓക്കെ, കാരണം ഇവിടെ ബോഡി ഉണ്ടാകില്ല. ഓക്കെ, ബോഡി ഉണ്ടാകത്തില്ല. ബോഡി ചിലപ്പോൾ ചെറിയൊരു ബോഡി പോലെ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഒട്ടും ബോഡി ഇല്ലാത്ത സിറ്റുവേഷനിൽ വരാം. ഓക്കെ, ഇങ്ങനെയും വരാം, ഒരു പ്ലസ് ചിഹ്നം പോലെ. ഇത് ഡോജി ക്യാൻഡിലാണ്. അതുപോലെ വേറൊരു ഡോജി നമ്മൾ പറയും ലോങ് ലെഗ്ഡ് ഡോജി, അതായത് നല്ല
വലിയ ഒരു ഡോജി ക്യാൻഡിൽ, വിക്ക് നല്ല രീതിയിൽ വലുതും ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ബോഡി. ഓക്കെ, നേരത്തെ ഉള്ള ഡോജി ക്യാൻഡിലിനെക്കാട്ടി ഇത്തിരി വിക്ക് കൂടുതലായിരിക്കും, താഴത്തെ മേളത്ത് ഹൈയും ലോയും കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ക്യാൻഡിലിനെ നമുക്ക് ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയാം. ഇനി ഒരു ഡോജി എന്ന് പറയുന്നത് ഗ്രേവ് സ്റ്റോൺ ഡോജിയാണ്. ഇങ്ങനെ വരാം, ബോഡി ഇല്ലാതെയും വരാം, ചെറിയൊരു ബോഡിയോട് കൂടി ഇങ്ങനെ വരാം. ചെറിയ എന്ന് വെച്ചാൽ ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതേ സിറ്റുവേഷൻ ആയിരിക്കും. ഈ ഒരു ക്യാൻഡിലിനെ ഗ്രേവ് സ്റ്റോൺ ഡോജി എന്നാണ് പറയുന്നത്, തലതിരിഞ്ഞുള്ള T ഷേപ്പിൽ വരുന്നത്. ഓക്കെ, ഗ്രേവ് സ്റ്റോൺ ഡോജി. ഈ ക്യാൻഡിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എങ്ങനെ വരുമ്പോൾ എൻട്രി എടുക്കണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനി ഒരു ക്യാൻഡിൽ വരുന്നത് ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ്. ഓക്കെ, T ഷേപ്പിൽ വരും ഡ്രാഗൺ ഫ്ലൈ ഡോജി. അപ്പം ഡോജി ടൈപ്പ് ഈ 4 ടൈപ്പിലാണ് മെയിനായിട്ടും വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ഡോജി ക്യാൻഡിലും മെയിനായിട്ടുള്ള ഡോജി, ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ വരുന്ന ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു പ്ലസ് ചിഹ്നത്തിലുള്ള ആദ്യത്തെ ഡോജി, രണ്ടാമത്തെ ഡോജി എന്ന് പറയുന്നത് ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്പിന്നിങ് ടോപ്പ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സ്പിന്നിങ് ടോപ്പിൻ്റെ സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെയും, എൻട്രി കാര്യങ്ങളും എല്ലാം അതേ സെയിം രീതി തന്നെ. ഓക്കെ, ഇനി ഈ ഒരു മൂന്നാമത്തെ ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്, ഈ ഒരു തലതിരിഞ്ഞ T ഷേപ്പിൽ വരുന്ന ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഏരിയയിലാണ് മെയിനായിട്ടും വാലിഡ്. ഓക്കെ, റെസിസ്റ്റൻസ് ഏരിയയിലാണ് വാലിഡ് ആയിട്ട് വരുന്നത്. നമ്മൾ എൻട്രി റൂള് നേരത്തെ കണക്ക് തന്നെ, സ്പിന്നിങ് ടോപ്പിൽ എന്താണോ പറഞ്ഞ് ആ സെയിം റൂള് തന്നെ. റെസിസ്റ്റൻസ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എങ്കിൽ അവിടെ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഇനി അതല്ല, ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ല, അവിടെ മാർക്കറ്റ് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മൂവ് ചെയ്തു, പക്ഷേ ആ ഒരു മൂവ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി വന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ അടുത്ത ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ നേരത്തെയുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% എബോ താഴത്തേക്ക്, 60% കൂടുതൽ, അതാണ് ഉദ്ദേശിച്ചത്, 60% കൂടുതൽ താഴത്തേക്ക് മൂവ് ആവണം. മൂവായി അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്പിന്നിങ് ടോപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ തൊട്ട് മുകളിൽ ഉള്ള റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ട് മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കേണ്ടത്. ടാർഗറ്റ് അടുത്ത ഒരു എവിടെയാണോ അടുത്തൊരു സപ്പോർട്ട് ഏരിയ കാണുന്നത് ആ ഒരു ഏരിയ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുക. അതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് റൈഡ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇത് മെയിനായിട്ടും റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഈ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി വാലിഡ്. ഇനി ഡ്രാഗൺ ഫ്ലൈ ഡോജി, ഈ ഒരു അവസാനത്തെ ഡോജി എന്ന് പറയുന്നത് T ഷേപ്പിലെ, ഇത് സപ്പോർട്ട് ഏരിയയിലാണ് വാലിഡ്. ഓക്കെ, ഇത് മാറിപ്പോകരുത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു T ഷേപ്പിൽ വരുന്ന ക്യാൻഡിൽ ഡ്രാഗൺ ഫ്ലൈ ഡോജി, ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി സപ്പോർട്ട് ഏരിയയിലാണ് വാലിഡ്, ബൈയിങ് ട്രെൻഡിലാണ് നമുക്ക് നോക്കേണ്ടത്. ഇതൊരു സപ്പോർട്ട് ഏരിയയിൽ വരുവാണെങ്കിൽ, നേരത്തെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടെ വീണ്ടും ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈ എടുക്കാം. ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ടിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു സപ്പോർട്ട് ഇല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഇല്ല, ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി മൂവ് ആയി സപ്പോർട്ട് ഏരിയയിൽ, അപ്പോൾ നമ്മളിവിടെ കൺഫർമേഷൻ എടുക്കണം. അടുത്ത ക്യാൻഡിൽ നേരത്തെ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ 60%-നെക്കാട്ടും കൂടുതൽ, അല്ലെങ്കിൽ 60%-ഓ അല്ലെങ്കിൽ 60%-ന് എബോയോ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ആവണം. ഓക്കെ, അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈ എടുക്കാം, മുകളിലേക്കുള്ള എൻട്രി എടുക്കാം. താഴത്തുള്ള ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ താഴത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഡോജി ക്യാൻഡിലിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചാർട്ടിൽ പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ ഡോജി ടൈപ്പ് ക്യാൻഡിലുകളെ കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇപ്പം പറഞ്ഞു, ഇപ്പം ഫസ്റ്റ് ഡോജി ക്യാൻഡിൽ നോക്കാം. ഒരു സപ്പോർട്ട് ഏരിയയിൽ ഡോജി ടൈപ്പ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്ന് വെച്ചാൽ ബോഡി ഒട്ടും ഇല്ലാതെ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയോ എവിടെ വേണമെങ്കിലും വരാം. നമ്മളിപ്പോൾ നോക്കിയ ഒരു ക്യാൻഡിലിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ മുതൽ 1/3 ഭാഗം വരെ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കിയപ്പം ഇവിടെ എന്താണ്, ഇതൊരു ഡോജി ക്യാൻഡിലല്ലേ, വേണ്ട പ്ലസ് ചിഹ്നത്തിലുള്ള ഈ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നില്ലേ. ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം, താഴത്തേക്കുള്ള എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടുന്ന് താഴത്തേക്കുള്ള എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ വേറെ റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല, മാർക്കറ്റ് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഡോജി ക്യാൻഡിൽ കാണിച്ച് നേരത്തെ ഉള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% കൂടുതൽ അടുത്തൊരു റെഡ് ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് 60% കൂടുതൽ താഴത്തേക്ക് മൂവ് ആവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. 60% കൂടുതൽ മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ വേണം നമ്മൾ എൻട്രി എടുക്കാൻ. ഓക്കെ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% എബോ താഴത്തേക്ക്, ഓക്കെ 60% കൂടുതൽ താഴത്തേക്ക് മൂവായി ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കണം. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഇത് താഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട്, 60% കൂടുതൽ മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ഏരിയയിലും. കണ്ടില്ലേ, മാർക്കറ്റ് മുകളിൽ നിന്നും താഴത്തേക്ക് വരുമല്ലേ, ആടെ മുകളിൽ നിന്നും താഴത്തേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി വീണ്ടും ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ഡോജി ക്യാൻഡിൽ വന്നു. അതാണ്ട് ഈ ഒരു ക്യാൻഡിൽ. അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈങ്ങിന് പോവാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ ഒരു സോണിന് താഴത്തായിരിക്കും, ഈ ഒരു സപ്പോർട്ടിന് താഴത്ത്. ഓക്കെ, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു, നമ്മൾ എൻട്രി എടുത്തു. ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഏരിയ, സെക്കൻഡ് ടാർഗറ്റ് അടുത്ത ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, തേർഡ് ടാർഗറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോകും തോറും നമുക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, മെയിൻ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ബിഗ് മൂവ്മെൻറ്റ് താഴത്തേക്ക് വന്നത്. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു സപ്ലൈ ഏരിയ. അപ്പം മെയിനായിട്ടും ഇവിടെ നിന്ന് മേപ്പോട്ട് പോയാൽ മാക്സിമം ഇവിടം വരെ പോയിട്ട് നല്ലൊരു ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ വന്നിട്ട് ഇവിടെയുള്ള ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ എബോ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. ഇവിടെ വന്നിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ മൂവ് ആയില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയുള്ള റെഡ് ക്യാൻഡിലിൻ്റെ 60%-നെക്കാട്ടി കൂടുതൽ മുകളിലേക്ക് മൂവായി, ക്ലോസ് ചെയ്ത് ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസിൻ്റെ താഴത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കണക്ക്. ഓക്കെ, ഇനി അടുത്ത ക്യാൻഡിൽ ലോങ് ലെഗ്ഡ് ഡോജിയും ഈ സെയിം സിറ്റുവേഷൻ തന്നെ. അത് നമ്മൾ പറയുന്നില്ല, ലോങ് ലെഗ്ഡ് ഡോജി ആയാലും ഈ സെയിം സിറ്റുവേഷൻ തന്നെ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ഇനി ഗ്രേവ് സ്റ്റോൺ ഡോജി ആണെങ്കിൽ, അതായത് തലതിരിഞ്ഞുള്ള T ഷേപ്പിലുള്ള ക്യാൻഡിലാണ്. നമ്മൾ ആ തലതിരിഞ്ഞ T ഷേപ്പ് ക്യാൻഡിൽ നോക്കുന്നത് ഇങ്ങനെയായിരിക്കണം. ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കും അത് മെയിനായിട്ടും വാലിഡ്. അതായത് ഒരു മാർക്കറ്റ് മുകളിൽ നിന്നും ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഇങ്ങനെ ഒരു T തലതിരിഞ്ഞ ഷേപ്പിൽ ഉള്ള ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ ഇവിടെ എന്ത് ഡെസിഷൻ എടുക്കാം? ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ എടുക്കാം, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മേളിൽ വെക്കാം. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ഏരിയ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ക്യാൻഡിൽ വന്നു, അടുത്ത ക്യാൻഡിൽ നേരത്തെ ഉള്ള മുകളിലോട്ട് കയറിയപ്പോൾ ഈ അവസാനം ഉണ്ടായ ഗ്രീൻ ക്യാൻഡിലിൻ്റെ 60% കൂടുതൽ താഴത്തേക്ക് ഇവിടുന്ന് വരുന്ന റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കണം. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം, പുട്ട് ഓപ്ഷൻ. ഓക്കെ, സപ്പോർട്ട് ഏരിയയിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റൂൾ തന്നെ, എൻട്രി റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോജി ക്യാൻഡിലും സ്പിന്നിങ് ടോപ്പിലൊക്കെ പറഞ്ഞ അതേ റൂൾ തന്നെ. ഈ ക്യാൻഡിലുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്യാൻഡിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് ഏരിയയിലും സപ്പോർട്ട് ഏരിയയിലും മാത്രം നോക്കേണ്ടുന്ന ക്യാൻഡിലുകളുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈ ഡോജി ഒരു സപ്പോർട്ട് ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബൈക്ക് പോകാം. ഇത് നമ്മൾ ചാർട്ടിൽ അധികം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല, സമയം ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടുതലാകും എന്നുള്ളതുകൊണ്ടാണ് ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾ ഈ ഒരു സ്റ്റഡി വെച്ചിട്ട് ചാർട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നുവെങ്കിൽ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ അറിയിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ടി ഷേപ്പിൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ വരികയാണെങ്കിൽ ഈ ക്യാൻഡിലിനെ നമ്മൾ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയും, ഡ്രാഗൺ ഫ്ലൈ ഡോജി. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈയിങ് ഓപ്ഷനിലേക്ക് പോകാം. ഇനി അതല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് കാണുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു. അപ്പോൾ നിലവിൽ ഉള്ള മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ താഴ്ഭാഗത്ത് ഒരു ടി ഷേപ്പിലുള്ള ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഡ്രാഗൺ ഫ്ലൈ ഡോജി ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് മുമ്പുള്ള റെഡ് ക്യാൻഡിലിൻ്റെ 60% അല്ലെങ്കിൽ അതിൽ കൂടുതലോ മുകളിലേക്ക് മൂവ് ആയിരിക്കണം. എന്നിട്ട് അത് മൂവായി ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അതാണ് എൻട്രി റൂള്. അപ്പോൾ ഡോജി ടൈപ്പ് ക്യാൻഡിൽ ഇത്രയാണ് നോക്കുന്നത്. ഇനി ഹാമർ ക്യാൻഡിൽ, അടുത്തൊരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഹാമർ ക്യാൻഡിൽ. ഹാമർ എന്ന് പറയുമ്പോൾ ഈ സെയിം നമ്മളിപ്പോൾ അവസാനം പറഞ്ഞ ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ, പക്ഷെ ബോഡി ഇത്തിരി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വിക്ക് ഉണ്ടായി, അതിനുശേഷം ഇങ്ങനെ വരും ചെറിയൊരു ബോഡി, ഒരു ഹാമർ പാറ്റേൺ ടൈപ്പ്. ഇതിനെയാണ് ചുറ്റികയുടെ മോഡൽ നമുക്കറിയാം. ഓക്കെ, ഒരു മേളിൽ ചെറിയൊരു ബോഡിയും താഴത്ത് വിക്കും. ഈ ഒരു ക്യാൻഡിലിനെയാണ് ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ എവിടെയാണ് നോക്കേണ്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയയിലാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയും. ഈ ഒരു സെയിം ക്യാൻഡിൽ തന്നെ, ഈ ഒരു ഹാമർ ക്യാൻഡിൽ സപ്പോർട്ട് ഏരിയയിലാണ് എങ്കിൽ ഹാമർ ക്യാൻഡിൽ എന്ന് പറയും. സപ്പോർട്ട് ഏരിയയിൽ നിന്നും ബൈക്ക് പോകാം. ഇതേ സെയിം ക്യാൻഡിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നാൽ അതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയാം. അവിടെ നമുക്ക് പുട്ട് ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി ആ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ഹാമർ ക്യാൻഡിൽ തന്നെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹാങ്ങിങ് മാൻ എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. അവിടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയാം. അവിടെ നിന്ന് നമുക്ക് പുട്ട് ഓപ്ഷനും നോക്കാം. ഓക്കെ, എൻട്രി ഓപ്പർച്യൂണിറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം രീതി തന്നെ. ഈ ക്യാൻഡിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ഹാമർ ക്യാൻഡിൽ സപ്പോർട്ട് ഏരിയയിലാണ് നോക്കേണ്ടുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത് ആ സെയിം ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നാൽ അതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ഹാമറാണ്. ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയുമ്പോൾ ഈ ഹാമർ ക്യാൻഡിൽ തല തിരിഞ്ഞു വരും. വിക്ക് മേളിലും
ബോഡി താഴത്തുമായിട്ട്. ഇതിനെയാണ് നമ്മൾ ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, തല തിരിഞ്ഞുള്ള ഹാമർ ടൈപ്പ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ സപ്പോർട്ട് ഏരിയയിലാണ് വാലിഡ്. സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് പോകാം, മുകളിലേക്കുള്ള എൻട്രി എടുക്കാം. ഇനി സപ്പോർട്ട് ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂള് നോക്കുക. അവസാനത്തെ റെഡ് ക്യാൻഡിലിൻ്റെ 60% കൂടുതൽ അടുത്ത ഫോം ആവുന്ന ഗ്രീൻ ക്യാൻഡിൽ അവിടെ ക്ലോസ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ, സപ്പോർട്ട് ഇല്ല എങ്കിൽ ഇങ്ങനെ വന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ നേരത്തെയുള്ള 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ 60% എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്ത് വരും. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ ഇത് അതിനെക്കാട്ടി മുകളിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രിക്ക് പോകാം. ഇങ്ങനെ ഒരു ക്യാൻഡിൽ 5 മിനിറ്റിൽ ക്ലോസ് ആയി അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് പോകാം. ഇതിൻ്റെ താഴത്ത് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം. ഏതാ ഈ ഒരു ഇൻവെർട്ടഡ് ഹാമറിൻ്റെ താഴത്ത് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു സെയിം ക്യാൻഡിൽ തന്നെ ഈ ഇപ്പം പറഞ്ഞ ഈ ഒരു ഇൻവെർട്ടഡ് ഹാമർ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ വരാം. അങ്ങനെ വരുമ്പോൾ ആ ക്യാൻഡിലിൻ്റെ പേരിൽ വ്യത്യാസം വരും. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാം. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് വാലിഡ്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നാൽ അതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും. റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടെങ്കിൽ ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ ഒക്കെ ആണ് എങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് പുട്ട് ഓപ്ഷന് പോകാം. ഇനി അതല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ കാണുന്നില്ല എങ്കിൽ ഇവിടെയുള്ള ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിന് 60% ഈ താഴത്തേക്ക് വരുന്ന റെഡ് ക്യാൻഡിൽ മൂവ് ആയിരിക്കണം, അല്ലെങ്കിൽ 60%ഓ അതിൽ കൂടുതലോ. ഓക്കെ, 60%ഓ അതിൽ കൂടുതലോ മൂവ് ആയാൽ നമുക്ക് ഇത് ക്ലോസ് വെച്ചു. അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും. ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് എൻഗൾഫിംഗ് പാറ്റേൺ. എൻഗൾഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് പോകും. അപ്പോൾ താഴത്തേക്ക് വരുന്ന ഈ ഒരു റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് കയറുന്ന ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇപ്പോൾ ഇത് മുകളിലോട്ട് കയറുമ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കുമല്ലോ. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ പിന്നെ എൻഗൾഫ് ചെയ്തു ഇല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന റെഡ് ക്യാൻഡിലിനെ ഇവിടെ എൻഗൾഫ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ നേരത്തെ ആ ഒരു 5 മിനിറ്റിൽ നടന്നിരുന്ന സെല്ലേഴ്സിനെ കാട്ടി കൂടുതൽ സ്ട്രെങ്ത് ഈ ഒരു ടൈമിൽ ബയ്യർക്കാണ്. അപ്പോൾ ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് പോകുമ്പോൾ ഇതും നമ്മൾ എൻട്രി പോയിന്റ് എല്ലാം നോക്കുന്നത് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഏരിയ നിന്നായിരിക്കണം. അല്ലാതെ ഇടയ്ക്ക് വെച്ചൊന്നും നിങ്ങൾ എൻട്രിക്ക് പോകരുത്. അതൊരു റൂളായിട്ട് തന്നെ നോക്കുക. ഓക്കെ, സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഏരിയയിൽ നിന്നും മാത്രം എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് പോയി അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈങ്ങിന് പോകാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അവിടെ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്തെങ്കിലും ഷൂട്ടിംഗ് സ്റ്റാറോ ഹാങ്ങിങ് മാനോ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിലോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ക്യാൻഡിലും കൂടെ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല കൺഫർമേഷൻ ആണ്.
ഇങ്ങനൊരു സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയും. ഇനി നമ്മൾ അറിയാം ഈവനിങ് സ്റ്റാർ, അതുപോലെ മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും. ഈവനിങ് സ്റ്റാറും നമ്മളിപ്പോൾ പഠിച്ച ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡി തന്നെ മാർക്കറ്റ് താഴെ നിന്നും ഇങ്ങനെ വരുമ്പോൾ, മുകളിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഒരു സ്പിന്നിങ് ടോപ്പോ ഡോജി ക്യാൻഡിലോ ഹാമർ ക്യാൻഡിലോ സപ്പോർട്ട് ഏരിയയിൽ എന്താണോ വാലിഡ്, നമ്മൾ സപ്പോർട്ട് ഏരിയയിൽ വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലുകളെ കുറിച്ച് നോക്കിയില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയാൽ, ഉദാഹരണത്തിന് ഒരു ഹാമർ ക്യാൻഡിൽ എടുത്തു, ഇതൊരു ഹാമർ ക്യാൻഡിലായിരിക്കും. ഓക്കെ, സപ്പോർട്ട് ഏരിയയിൽ ഹാമർ ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിൽ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഒരു സപ്പോർട്ട് ഏരിയയിൽ ഇങ്ങനെ 3 ക്യാൻഡിൽ ഫോം ആവുന്ന ഈ ഒരു പാറ്റേണിനെയാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇത് വാലിഡ്. ഓക്കെ, മോർണിംഗ് സ്റ്റാർ ഇങ്ങനെ 3 ക്യാൻഡിൽ വരുന്നതിന് ഇവിടെ ഹാമർ ക്യാൻഡിൽ ആവാം, സ്പിന്നിങ് ടോപ്പ് ആവാം, ഡോജി ക്യാൻഡിൽ ആവാം. അങ്ങനെ സപ്പോർട്ട് ഏരിയയിൽ വാലിഡ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കി ഏതൊക്കെ ക്യാൻഡിലാണോ വരുന്നത് അതിലെ ഏതെങ്കിലും ക്യാൻഡിലുകളാവാം. ഇങ്ങനെ 3 ക്യാൻഡിലുകൾ വരുന്നതിനെയാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ 60% എബോവ് മൂവ് ആകുമ്പോൾ എൻട്രി എടുക്കാം എന്ന് പറഞ്ഞില്ലേ, ആ സെയിം സ്റ്റഡി തന്നെ. ഇതിന് മോർണിംഗ് സ്റ്റാർ എന്ന് പറയാം. ഇനി ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മളിപ്പം നോക്കിയ കണക്ക് തന്നെ ഏതെങ്കിലും ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ, ഇപ്പോൾ ഇതൊരു സ്പിന്നിങ് ടോപ്പായിട്ട് കൂട്ടിക്കും, ഒരു സ്പിന്നിങ് ടോപ്പ്. ഓക്കെ, അവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു. അടുത്ത 3ാമത്തെ ക്യാൻഡിൽ നേരത്തെയുള്ള ക്യാൻഡിലിൻ്റെ 60% അല്ലെങ്കിൽ ഇങ്ങനെ 60% എബോയോ മൂവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു 3 ക്യാൻഡിലും കൂടെ ചേർത്തിട്ടാണ്, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് വാലിഡ്. പിന്നെ ഈവനിങ് സ്റ്റാർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ ഇങ്ങനെ ഈവനിങ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ 3 ക്യാൻഡിലുകൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് തൊട്ട് മേളിൽ നോക്കുമ്പോൾ എവിടെയാണോ റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് അതിൻ്റെ മേളിലായിരിക്കും സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇവിടെ ഈ സ്പിന്നിങ് ടോപ്പിൻ്റെ മേളിലാണ് റെസിസ്റ്റൻസ് വരുന്നതെങ്കിൽ ആ സ്പിന്നിങ് ടോപ്പിൻ്റെ മേളിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി മോർണിംഗ് സ്റ്റാർ ആണ് വരുന്നതെങ്കിൽ, ഈ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണ് വാലിഡ്. ഇങ്ങനെ വന്നു അടുത്ത 4ാമത്തെ ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ബൈങ്ങിലേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, മുകളിലേക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ വേറൊരു സപ്പോർട്ട് ഉണ്ട് എങ്കിൽ അതും കൂടെ നോക്കിയിട്ട് അതിൻ്റെ താഴത്തായിരിക്കണം സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്യാൻഡിലുകളെ കുറിച്ച് മാത്രം നമ്മളൊന്ന് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നോക്കിയിട്ട് നമ്മളിപ്പോൾ നോക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. 15 മിനിറ്റിൽ ബിഗ് ക്യാൻഡിലുകൾ, ബിഗ് മൂവ്മെന്റ്സ് ആരംഭിച്ച ഏരിയ, ഗ്യാപ്പ്, അതുപോലെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ഇതൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. പിന്നെ ഓപ്പണിംഗ് റേഞ്ച് 15 മിനിറ്റ് ഹൈയും ലോയും നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് ലോ ബ്രേക്ക് ചെയ്താൽ പുട്ട് ഓപ്ഷന് പോവും, ഹൈ ബ്രേക്ക് ചെയ്താൽ കോൾ ഓപ്ഷന് പോവും. അങ്ങനെയുള്ള രീതി അതാണ് ഓപ്പണിംഗ് റേഞ്ചിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന് നോക്കുന്നത്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മളിപ്പോൾ നോക്കിയ ഇത്രയും ക്യാൻഡിലുകൾ നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ല റിസൾട്ട് കാണാൻ കഴിയുമെങ്കിലല്ല, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് എനിക്ക് റിസൾട്ട് കിട്ടി, നല്ല രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസിനും, നമ്മൾ ഇതേ സ്റ്റഡി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്
മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇതൊരു സിമ്പിൾ സ്റ്റഡിയാണ്. ഏതൊരാൾക്കും നല്ല രീതിയിൽ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.